അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനഫ്ഇൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 127-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുകും ബിഹി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. വമാ ജഅലഹു, അതിനെ ആക്കിയിട്ടില്ല അല്ലാഹു ഇല്ല ബുഷ്റ, സന്തോഷവാർത്തയല്ലാതെ, ഒരു സന്തോഷവാർത്ത എന്ന നിലയിലല്ലാതെ അല്ലാഹു അതിനെ ആക്കിയിട്ടില്ല. ലക്കും, നിങ്ങൾക്ക്, വലിതത്മഇന്ന ഖുലൂബുക്കും, വലിതത്മഇന്ന, സമാധാനമാകാനും, ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും, ബിഹി, അതുകൊണ്ട്, അതിലൂടെ, വമൻ നസ്റു, സഹായം ഇല്ല മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിൽ നിന്നല്ലാതെ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതല്ലാത്ത ഒരു സഹായവും ലഭ്യമല്ല. അവൻ അൽ അസീസുൽ ഹക്കീം, പ്രതാപവാനും യുക്തിജ്ഞനുമായ അല്ലാഹു. എല്ലാ പ്രതാപത്തിൻ്റെയും ഉടമയാണ്. യുക്തിപരമായ നിലയിൽ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നവനുമാണ്. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ പക്കൽ നിന്നല്ലാതെ ഒരു സഹായവും നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. ഈ വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ 3000 മലായിക്കത്തുകളെ കൊണ്ട് 5000 മലായിക്കത്തുകളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരമെന്ന നിലയിൽ, അതിൻ്റെ കൂടുതൽ വിശദീകരണമെന്ന നിലയിൽ അല്ലാഹു തആല തുടർന്ന് പറയുന്നു, വമാ ജഅലഹുല്ലാഹു, അല്ലാഹു അതിനെ ആക്കിയിട്ടില്ല, ആ വാർത്ത, ഇല്ല ബുശ്റാ ലക്കും, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ട്. നിങ്ങളുടെ കൂടെ പോരാടാൻ ഒരു 3000 പേര് കൂടി മലക്കുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മധൈര്യം തന്നെയായിരിക്കും. അതുപോലെ അതിനേക്കാൾ സന്ദിഗ്ധമായ ഒരു ഘട്ടം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു 5000 മലായിക്കത്തുകളെ ഇറക്കിത്തന്നാൽ മതിയാവുകയില്ലേ എന്ന് പറയുമ്പോൾ അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആത്മധൈര്യം പകരുന്നത് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു,
നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ഒരു സന്തോഷ വാർത്ത എന്ന നിലയിൽ നൽകിയതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് സമാധാനിക്കുവാൻ, ശാന്തമാകാൻ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവുമില്ല എന്ന് നിങ്ങൾ അറിയുക. അത് അവൻ പ്രതാപവാനും യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനുമാണ്. എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തി മനുഷ്യരുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലുള്ള യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനാണ് അവൻ എന്ന് തുടർന്ന് പറയുന്നു. ഹസരത്ത് ഖലീഫത്തുള്ള പറയുന്നു, ആൻഡ് അല്ലാഹ് ഹാഡ് നോട്ട് മെയ്ഡ് ഇറ്റ് ബട്ട് ആസ് ഗ്ലാഡ് ടൈഡിങ്സ് ഫോർ യു. ഇത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന നിലയിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് യുവർ ഹാർട്ട്സ് മൈറ്റ് ബി കംഫർട്ടഡ്. അതിലൂടെ നിങ്ങളുടെ ഹൃദയം ഒന്ന് ശാന്തി പ്രാപിക്കണം, ഒന്ന് സമാധാനത്തിലാകണം. എന്താകും മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ മനസ്സിന് നല്ല ഒരു സമാധാനവും ശാന്തിയും ലഭ്യമായെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറയുന്നത്, യുവർ ഹാർട്ട്സ് മൈറ്റ് ബി കംഫർട്ടഡ് ആൻഡ് ഹെൽപ്പ് കംസ് ഫ്രം അല്ലാഹ് അലോൺ. സഹായം വരുന്നത് മുഴുവൻ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ദ മൈറ്റി, ദ വൈസ്. സർവശക്തനാണ്, അതിബുദ്ധിമാനാണ്, എല്ലാ പവറും ഉൾക്കൊള്ളുന്നവൻ അസീസ്. ദ വൈസ്, എല്ലാ ബൗദ്ധികമായ നിലയിൽ പരമോന്നതി പ്രാപിച്ച ആ പരമപദത്തിൽ നിന്നാണ് ഈ എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം 3000 മലക്കുകളെ ഇറക്കി സഹായിച്ചാലും 5000 മലക്കുകളെ ഇറക്കി സഹായിച്ചാലും ഈ സഹായമെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അവൻ്റെ സൃഷ്ടികൾ, അവൻ സൃഷ്ടിച്ചത്, അവൻ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനകളനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള അഖില സൃഷ്ടിജാലങ്ങളും പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. അതിനപ്പുറത്തേക്ക് പോകുവാനോ ഇപ്പുറത്തേക്ക് മാറുവാനോ കഴിയാത്ത പരിമിതമായ സൗകര്യങ്ങളാണ് എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്തിരിക്കുന്നത്, എല്ലാം അവൻ്റെ കൽപ്പന അനുസരിച്ചും. ഹസരത്ത് ഖലീഫത്തുള്ള വിശദീകരിച്ച് പറയുന്നു, അപ്പോൺ ദ റിയലൈസേഷൻ ഓഫ് ദെയർ മിസ്റ്റേക്സ്, അവരുടെ തെറ്റുകൾ ബോധ്യമായതിനു ശേഷം, ഉഹദിൽ വെച്ച് ഇഹലോക കാര്യ നേട്ടങ്ങൾ അവരുടെ മുമ്പിൽ ചിതറിക്കിടന്നപ്പോൾ അത് പെറുക്കിയെടുക്കുന്നതിനായി തൽസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയ സഹാബാക്കൾ, അവരെ സംബന്ധിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, അപ്പോൺ ദ റിയലൈസേഷൻ ഓഫ് ദെയർ മിസ്റ്റേക്സ്, അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കിയ ശേഷം അല്ലാഹ് കംഫർട്ട്സ് ദം, അല്ലാഹു തആല അവരെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. വിത്ത് ദ റീഅഷുറൻസ് ഓഫ് ഹിസ് ഹെൽപ്പ്, വീണ്ടും ഉറപ്പ് നൽകുകയാണ് അവൻ്റെ സഹായം ഉണ്ടാകുമെന്ന്. ആൻഡ് ദ ഫാക്ട് ദാറ്റ് മേ ദിസ് ഇൻസിഡൻറ്റ് ബി എ ലെസൺ ഫോർ ദം, ഈ സംഭവം ഒരു പാഠമായിരിക്കണം എന്ന വസ്തുത അവരുടെ മുമ്പിൽ വെക്കുകയാണ്. അത് ലോകത്തിനും എല്ലാ വിശ്വാസികൾക്കും ഒരു പാഠമായി അങ്ങനെ നിലനിൽക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ പാഠം ഉണ്ടായിരിക്കണം. ആ പാഠം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിരിക്കണം. ദ ഫാക്ട്സ്, ഒരു വസ്തുത നിലനിൽക്കുന്നു. ദാറ്റ് മേ ദിസ് ഇൻസിഡൻറ്റ് ബി എ ലെസൺ ഫോർ ദം, അത് അവർക്കൊരു പാഠമായിരിക്കണം. ആസ് എ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ക്രിയാത്മകമായ ഒരു നിരൂപണം അതിലൂടെ നടത്തണം. സോ ദാറ്റ് ദ ബിലീവേഴ്സ് മേ റീഇൻഫോഴ്സ് ദെയർ ട്രസ്റ്റ്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും. ആൻഡ് നെവർ ടു ലെറ്റ് ദംസെൽസ് ബി ബിഗൈൽഡ് ബൈ ദെയർ ഓൺ പവർ ആൻഡ് ഫോഴ്സസ്. തങ്ങളുടെ സ്വന്തം ശക്തിയിലും കഴിവിലും അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആനന്ദിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ജീവിത വിജയം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ആത്യന്തികമായ പാഠത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ വിചാരിക്കുന്നത്, എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല, ഞാൻ ആരോഗ്യവാൻ, എനിക്കെന്തും കഴിയും, ഞാൻ എന്തും ചെയ്യും എന്നുള്ള ആ അഹങ്കാരത്തോടെ, അഹംഭാവത്തോടു കൂടി കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ വരും. അതൊരിക്കലും
അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല, അത് നിങ്ങൾക്ക് സാധ്യവുമല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആനന്ദിക്കുവാൻ കഴിയില്ല. ദോ വൺ മേ ബി സ്ട്രോങ്, ഇനി ഒരുത്തൻ അതിശക്തമാനാണ് എന്നിരിക്കട്ടെ, ആൻഡ് ആപ്റ്റ് ടു കൺഫ്രണ്ട് എ സീരിയസ് സിറ്റുവേഷൻ, ഒരു ഗൗരവതരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ അവന് കഴിവുറ്റവനാണ് എന്നിരിക്കട്ടെ, ബട്ട് ഹി വിൽ ബി അൺഎബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ് വിക്ടോറിയസ്, അവന് വിജയശ്രീലാളിതനായി ആ പ്രത്യേക പരിസ്ഥിതിയിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കുകയില്ല. ഇഫ് ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഡിവൈൻ ഹാൻഡ്സ് ബിഹൈൻഡ് ഹിസ് കാപ്പബിലിറ്റീസ്, അവൻ്റെ കഴിവിൻ്റെ പിന്നിൽ ദൈവീകമായ ശക്തിപ്രഭാവങ്ങളുണ്ട് എന്ന കാര്യം അവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവന് വിജയശ്രീലാളിതനായി പുറത്തു വരാൻ, അവൻ്റെ കൈകാലുകൾ, കണ്ണുകൾ, ചെവികൾ, അവൻ്റെ ബുദ്ധിശക്തികൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് ഒരു ഡിവൈൻ ഹാൻഡ് അവൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ കാഴ്ചയും കേൾവിയും ബുദ്ധിയും കൈകളും കാലുകളുമൊക്കെ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ചിന്തിക്കുന്നവർക്ക് മാത്രം ഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ. ഇഫ് ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഡിവൈൻ ഹാൻഡ്സ്, ആ ദൈവിക കരത്തെ അവൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ, ബിഹൈൻഡ് ഹിസ് കേപ്പബിലിറ്റീസ്, അവൻ്റെ കഴിവിൻ്റെ പിന്നിൽ, ആൻഡ് ഗിഫ്റ്റ് ഓഫ് സ്പീച്ച്, സംസാരിക്കുവാനുള്ള ശേഷി, ഓർ റിറ്റാലിയേഷൻ ഇൻ വാർ, അല്ലെങ്കിൽ യുദ്ധത്തിൽ തിരിച്ചടി നൽകുവാനുള്ള കഴിവ്, ഇതൊക്കെ അല്ലാഹു തആല അവന് നൽകുന്നത് കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവ് ഓരോ മനുഷ്യനിലും ഉണ്ടായിരിക്കണം. Thus, although the Meccans were numerous, അങ്ങനെ മക്കാക്കാർ എണ്ണമറ്റ അല്ലെങ്കിൽ വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ആൻഡ് കെയിം ബാക്ക് വിത്ത് ഫുൾ ഫോഴ്സ്, ഇവർ യുദ്ധമുഖത്ത് നിന്നും ഇറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കിയ മക്കാക്കാർ തിരികെ പരിപൂർണമായ ശക്തി പ്രഭാവത്തോടുകൂടി അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ സീയിങ് ബ്രീച്ച് ഇൻ ദ ഡിഫൻസ് ഓഫ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ പ്രതിരോധ നിരയിൽ ലംഘനമുണ്ടായിരിക്കുന്നു, അവർ പ്രതിരോധ നിര വിട്ട് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മക്കാരാണ് തിരിച്ചു വന്നത്. യെറ്റ് ദേ വെയർ അൺഎബിൾ ടു ക്യാരി ഔട്ട് ദെയർ വിക്ടറി, എന്നാൽ അവർക്ക് ആ യുദ്ധത്തിൽ വിജയം ആഘോഷിക്കുവാൻ അവർക്ക് അങ്ങനെ കഴിഞ്ഞില്ല. ലോങ് ആൻഡ് ഹാഡ് ടു അഡ്മിറ്റ് ഡിഫീറ്റ്, അതുപോലെ പരാജയം അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു. ബൈ അബൻഡനിങ് ദ ബാറ്റിൽ ഫീൽഡ്, കാരണം അവർ യുദ്ധക്കളം വിട്ട് പോയി പിന്നീട്. അപ്പോൾ മക്കാർ രണ്ടാമത് തിരിച്ചു വന്ന് ഇവരെ ക്രൂരമായ നിലയിലുള്ള ആക്രമണം നടത്തിയെങ്കിലും അതിൽ പരിപൂർണമായ ഒരു വിജയം നേടി യുദ്ധം വിജയിച്ചു തിരിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ടു അഡ്മിറ്റ് ഡിഫീറ്റ് ബൈ അബൻഡനിങ് ദ ബാറ്റിൽ ഫീൽഡ് ഫോർ ഫിയർ ഓഫ് ലൂസിങ് മോർ മെൻ, കൂടുതൽ ആളുകളെ നഷ്ടപ്പെടുമെന്ന് കരുതി അവർ യുദ്ധക്കളം വിട്ടു പോവുകയാണ് ചെയ്തത്. ദേ തോട്ട്, അവർ വിചാരിച്ചത് ദാറ്റ് ആഫ്റ്റർ ദ സർപ്രൈസ് അറ്റാക്ക്, ഈ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിലൂടെ ദേ ഫോഴ്സ്ഡ് അപ്പോൺ ദ മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ മേൽ അവർ ശക്തി പ്രയോഗിക്കുകയായിരുന്നു. ദ ലാറ്റർ വുഡ് ബി ഡിസ്കറേജ്ഡ്, ഈ മുസ്ലിങ്ങൾ അതോടുകൂടി അവർ തളരും. ആൻഡ് അഡ്മിറ്റ് ഡിഫീറ്റ്, അങ്ങനെ അവരുടെ പരാജയം സമ്മതിക്കും. ബട്ട് ദ ഓപ്പോസിറ്റ് ഹാപ്പൻ, ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അവർ പരാജയം സമ്മതിക്കും, അവർ തിരിച്ചു പോകും, അവർക്ക് വിജയശ്രീലാളിതരായി മടങ്ങിപ്പോകാം എന്നൊക്കെയാണ് അവർ കരുതിയെങ്കിലും സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ബാറ്റിൽ, യുദ്ധത്തിൻ്റെ പിറ്റേ ദിവസം, ദ പ്രോഫറ്റ് ആൻഡ് ദ ബിലീവേഴ്സ്, വിശ്വാസികളും പ്രവാചകനും, ആൾദോ സിവിയർലി ഇൻജിയേർഡ്, അവരിൽ അനേകം ആളുകൾക്ക് മാരകമായ മുറിവേറ്റിട്ടുണ്ടെങ്കിലും, കെയിം ബാക്ക് ബ്രേവ്ലി, അവർ ധൈര്യസമേതം മുന്നോട്ട് വരികയാണ്. യുദ്ധക്കളം വിട്ട് പോയിട്ടില്ല, അവർ മുന്നോട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. വളരെയധികം മുറിവുകളും പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും യുദ്ധക്കളം വിട്ട് മടങ്ങിപ്പോകാൻ അവർ തയ്യാറായില്ല മുസ്ലിങ്ങൾ. ടു ദ ബാറ്റിൽ ഫീൽഡ് ടു ഡിഫെൻഡ് ദെയർ കാസ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പോരാടുവാൻ ഉറച്ച് ഒന്നുകിൽ ഷഹീദ് അല്ലെങ്കിൽ വിജയം എന്ന നിലയിൽ തന്നെ അവർ പിറ്റേ ദിവസം രംഗത്തേക്ക് വന്നു.
അപ്പോൺ സീയിങ് ദാറ്റ്, ഈ രംഗം കണ്ടതിന് ശേഷം, ആൻഡ് ത്രൂ ദ ഹെൽപ്പ് ആൻഡ് മേഴ്സി ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുകമ്പയോടെയും സഹായത്തോടും കൂടിയും, ദ എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഹാഡ് ടു ഇൻട്രിൻസിക്കലി അഡ്മിറ്റ്, അവർ അകൃത്രിമമായി അല്ലെങ്കിൽ ആന്തരികതയിൽ അവർ അംഗീകരിക്കേണ്ടി വന്നു ഡിഫീറ്റ്, പരാജയം, ആൻഡ് റിട്രീറ്റ് ഫ്രം ദ ബാറ്റിൽ, അങ്ങനെ യുദ്ധക്കളം വിട്ടവർ തിരികെ പോയി ആ സ്ഥലം ഉപേക്ഷിച്ച് പോവുകയുണ്ടായി. അതിനെ വിലയിരുത്തിക്കൊണ്ട് ഖലീഫത്തുള്ള പറയുന്നത്, ദിസ് വാർ ബ്രോഡ് നെയ്തർ എ വിന്നർ നോർ എ ലോസ്, ഈ യുദ്ധം ഒരു വിജയിയോ ഒരു പരാജിതനെയോ കൊണ്ടുവന്നില്ല. ആരാണിതിൽ വിജയിച്ചത്, ആരാണിതിൽ പരാജയപ്പെട്ടത്, അങ്ങനെ ഒരു വിജയിയോ ഒരു പരാജിതനെയോ പറയാൻ ഒക്കാത്ത നിലയിലാണ് ഈ യുദ്ധം അവസാനിച്ചത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിൻ്റെ അവസാനം, ഇറ്റ് വാസ് ബോത്ത് അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, ഒരു കാര്യം വ്യക്തമായി, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും, ഹു വെയർ അബ്സല്യൂട്ട്ലി വിക്ടോറിയസ്, അവർ തന്നെയാണ് വിജയശ്രീലാളിതരായവരും. ഫോർ അല്ലാഹ് നെവർ ലെറ്റ്സ് ഡൗൺ ഹിസ് പ്രോഫറ്റ്സ്, കാരണം അള്ളാഹു താല ഒരിക്കലും അവൻ്റെ പ്രവാചകന്മാരെ പരാജയപ്പെടുവാൻ അനുവദിക്കില്ല. നെവർ ലെറ്റ്സ് ഡൗൺ ഹിസ് പ്രോഫറ്റ്സ് ഈവൻ ദോ ഹീ മേക്സ് ദം ടെസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സീരിയസ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. പ്രവാചകന്മാരെ അങ്ങേയറ്റം വളരെ ഗൗരവതരമായിട്ടുള്ള സാഹചര്യങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ട ഭയാനകമായ സാഹചര്യങ്ങളെ, കഷ്ടതകൾ നിറഞ്ഞ അവസ്ഥാവിശേഷങ്ങളെ അവരെ ടേസ്റ്റ് ചെയ്യിക്കുമെങ്കിലും, പ്രവാചകന്മാരെ ഈ കൂടെ ഉള്ളവരെയും ടേസ്റ്റ് ചെയ്യിക്കുമെങ്കിലും, ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അവരെ പരാജയത്തിന് വിട്ടുകൊടുക്കില്ല. അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ അള്ളാഹുവിൽ നിന്നുള്ള വഹിയുടെ ആ മാസ്മരികത കൊണ്ട് അവർ പിടിച്ചു നിൽക്കും. അങ്ങനെയാണ്, അല്ലാതെ ചുമ്മാ അങ്ങ് വിജയിപ്പിച്ച് വിടുകയല്ല. കഠിനതരമായ നിലയിൽ നമ്മുടെ പ്രവർത്തനശേഷികളെ മുഴുവൻ അള്ളാഹു പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് ഇവൻ എന്തർഹതയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നറിയും. അങ്ങനെ പരിപൂർണമായിട്ടും അള്ളാഹുവിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, പരാജയത്തിന് പുറകെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസവും ആ പരിശ്രമവും നിങ്ങൾ തുടരുമെങ്കിൽ ഒടുവിൽ നിങ്ങളെ അള്ളാഹു തആല വിജയശ്രീലാണ്. അത് തന്നെ നിങ്ങൾ അർഹരായി തീരുന്നതാണ്. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതും വിജയികളായി തീരുന്നതും. അതിനുശേഷമാണ് അവർക്ക് അള്ളാഹു തആല അവർക്കുള്ള പ്രസൻറ്റേഷൻസ്, സമ്മാനങ്ങൾ നൽകുന്നത്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഈ രണ്ടാംഗണത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ, ജനനം മുതൽ മരണം വരെയുള്ള ഈ ദൈവീക പോരാട്ടത്തിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള ഈ ധർമ്മസമര പോരാട്ടത്തിൽ നാം എപ്പോഴും ഈ ബദറും ഉഹുദും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ നമ്മോടൊപ്പം 3000-ഉം 5000-ഉം മലായിക്കത്തുകൾ, അതല്ല എങ്കിൽ അള്ളാഹു തആല താൻ തന്നെ നേരിട്ടുള്ള സഹായം, ഏത് രീതിയിലാണെങ്കിലും അവൻ്റെ സഹായമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അവനെ തന്നെ പിടിക്കുക, അവനെ തന്നെ നമുക്ക് സഹായിയായി നിർത്തുക, ആ നിലയിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വർത്തിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ പരിശുദ്ധമായ ഉപദേശങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഐഹിക പാരത്രിക ലോക വിജയം കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.